نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله ورسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മൾക്ക് സമ്മാനമായി നൽകിയ നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ആ ബന്ധത്തെ അതനുഭവിക്കുവാനും ആ സന്തോഷം ആസ്വദിക്കുവാനും അത് സ്വർഗം വരെ നിലനിർത്തുവാനും നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ മേഖലയിലാണ് നമ്മൾ ഒരുമിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടത് എന്നതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച ഓരോ കുടുംബത്തിൻ്റെയും നാഥനായ ഭർത്താക്കന്മാർ ആരാണ്, അവർ എന്താണ് നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഒരു തിരിച്ചറിവുണ്ടാകണം എന്നതാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ സൂചിപ്പിച്ചത്. സഹോദരിമാരോട്, നല്ലവരായ ഭാര്യമാരോട്, ഭർത്താക്കന്മാരായ ഒരുപാട് ആളുകളുമായി സംസാരിക്കുന്നത് കൊണ്ടും അവരോട് കുടുംബജീവിതത്തെക്കുറിച്ച് ചർച്ചകൾ ചെയ്യുന്നത് കൊണ്ടും അവർ നിങ്ങളിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന അള്ളാഹുവും പ്രവാചകനും നിങ്ങളോട് അവർക്ക് വേണ്ടി നിർവഹിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഇത് ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ പറയുന്നതോടൊപ്പം തന്നെ എൻ്റെ വ്യക്തിപരമായി വായനയിലൂടെയും ആളുകളുമായിട്ടുള്ള സംസാരത്തിലൂടെയും അവർ നമ്മളോട് ചോദിക്കുന്ന മതപരമായ ഫത്വകളിലൂടെയും മനസ്സിലാക്കിയ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങളാണ്. ഇത് 3ഉം നിങ്ങളുടെ ജീവിതത്തിൽ സഹോദരിമാരെ നിങ്ങൾ പൂർണ്ണമായും നൽകുവാനും സ്വന്തം ഇണയോടൊപ്പം ജീവിക്കുന്നതിൽ പൂർത്തീകരിക്കുവാനും നിങ്ങൾ ശ്രമിച്ചാൽ ഈ ലോകത്ത് സന്തോഷകരമായ ജീവിതവും പാരത്രിക ലോകത്ത് അതിനേക്കാൾ മനോഹരമായ സ്വർഗവും ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലഭിക്കും. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ ഖുതുബകൾ കൊണ്ടും ഉണ്ടാകേണ്ടത്. അതിൽ ആദ്യത്തേത്, ഏതൊരു ഭർത്താവും സ്വന്തം ഇണയിൽ നിന്ന്, സ്വന്തം വീട്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് വാപ്പ ഭർത്താവ് എന്നൊരു അംഗീകാരമാണ്. അതൊരു അംഗീകാരമായി തന്നെ നമ്മുടെ വീട്ടിൽ എത്ര കാലം നിലനിൽക്കുന്നുവോ ആ വീട് സമാധാനമുള്ളതായിത്തീരും. അദ്ദേഹം ആ വീട്ടിൽ ഉണ്ടാകണമെന്നില്ല. ചിലപ്പോൾ ഗൾഫിലാകാം, ചിലപ്പോൾ ജോലിക്ക് പോയതാകാം, ചിലപ്പോൾ വീട്ടിലുണ്ടാകാം. പക്ഷെ ആ വീടിന്റെ നാഥനായ അദ്ദേഹത്തിന് ആ വീട്ടിൽ കുടുംബം നൽകേണ്ട ഒരു പരിഗണനയുണ്ട്, ഒരു പദവിയുണ്ട്. അള്ളാഹ് കൊടുത്തൊരു പദവിയുണ്ട്.
ആ പദവി സംരക്ഷിക്കൽ ഒരു ഭാര്യയുടെ, ഒരു ഇണയുടെ കടമയാണ്. അപ്പൊ നമ്മൾക്കറിയാം, ലോകത്തെ ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നതാണ് ആദരവും ബഹുമാനവും. പക്ഷേ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതെന്താണ്? ഒരു സഹോദരിക്ക്, ഒരു സ്ത്രീക്ക് മനസ്സിൽ സന്തോഷവും സമാധാനവും കൂടുതൽ കിട്ടുക റിലേഷൻഷിപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള പെരുമാറ്റത്തിലൂടെയാണ്. സ്നേഹം, കരുതൽ, ശ്രദ്ധ എന്നിവയൊക്കെയാണ് അതിന്റെ അടിസ്ഥാനം. എന്നാൽ പുരുഷന്റേത്, ഇത് ഞാൻ സഹോദരിമാർക്ക് അറിയാൻ വേണ്ടി പറയാൻ, എന്നാൽ പുരുഷന്റേത് അച്ചീവ്മെന്റ് ഓറിയന്റഡാ. അഥവാ താൻ നടത്തുന്ന അധ്വാനത്തിന്, താൻ നടത്തുന്ന പരിശ്രമത്തിന് ഒരാൾ അതിനെ പരിഗണിക്കുന്നതിൽ, നല്ലത് പറയുന്നതിൽ, പ്രശംസിക്കുന്നതിൽ മനസ്സിനകത്ത് അങ്ങേയറ്റം ആനന്ദവും ആസ്വാദനവും മനസ്സിൽ അനുഭവിക്കാൻ കഴിയുന്ന പ്രകൃതമാണ് അള്ളാഹു സ്ത്രീയേക്കാൾ കൂടുതൽ പുരുഷന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഓരോ ഭർത്താവും തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്വാനം അയാൾ നിർവഹിക്കുന്നത് വീട്ടിന് വേണ്ടിയാണ്, ഭാര്യക്കും മക്കൾക്കും വേണ്ടിയാണ്. ആ ഭാര്യയിൽ നിന്നും, ആ മക്കളിൽ നിന്നും, ആ വീട്ടിൽ നിന്നും അയാൾ അർഹിക്കുന്ന ഒരു പദവിയും സ്ഥാനവും ലഭിച്ചാൽ അയാളുടെ ജീവിതത്തിലെ, ഈ ദുനിയാവിലെ ജീവിതത്തിൽ അയാൾ സന്തോഷവാനായിത്തീരും. ഖുർആൻ അങ്ങനെ തന്നെയല്ലേ പറഞ്ഞത്? സഹോദരിമാരെ, നമ്മൾക്കറിയുന്ന, ഓരോരുത്തർക്കും അറിയുന്ന ഖുർആനിന്റെ ആയത്താണ് അർരിജാലു ഖവ്വാമൂന അലൻ നിസാ. ചില വിഷയങ്ങളിൽ അള്ളാഹു സഹോദരിമാരെക്കാൾ കൂടുതൽ ഭർത്താക്കന്മാർക്ക് ചില പദവികൾ അള്ളാഹു ചില വിഷയങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. ബിമാ ഫദ്ദലല്ലാഹു ബഅദുഹും അലാ ബഅദ്, അള്ളാന്റെ വാക്കാണ്. ചില വിഷയങ്ങളിൽ അള്ളാഹു പലർക്കും പലരെക്കാളും ഉയർച്ചയും താഴ്ചയും ഒക്കെ നൽകിയിട്ടുണ്ടല്ലോ. ഇവിടെ അള്ളാഹിന് പറഞ്ഞ വാക്ക് വബിമാ അൻഫഖൂ മിൻ അംവാലിഹിം. ഇവിടെ ഒരു കുടുംബത്തിന്റെ വിഷയത്തിൽ ഭാര്യമാർ ഭർത്താക്കന്മാരുടെ സ്ഥാനത്തെയും അയാളുടെ അധ്വാനത്തെയും നിങ്ങൾ പരിഗണിക്കുകയും അയാളെ നിങ്ങൾ ആദരിക്കുകയും ചെയ്യണം എന്ന് പറയാനുള്ള കാരണം അയാൾ കുടുംബം നോക്കുന്നയാളാണ്. അപ്പൊ നമ്മൾ ആലോചിച്ചു നോക്കൂ, രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലിക്ക് പോകുന്ന ഒരു ഉപ്പാക്ക് എത്രയോ വർഷം അതേ ജോലി ചെയ്യുമ്പോൾ എത്രയോ മുമ്പ് മടുത്തിട്ടുണ്ടാവുമല്ലോ, ഉറപ്പല്ലേ? ഓരോ തിങ്കളാഴ്ചയും കൂലിപ്പണിക്ക് പോകുന്ന ഒരാൾ തിങ്കളാഴ്ചയായല്ലോ, അൽഹംദുലില്ലാ ഇന്നലെ അവധിയായിരുന്നു, ഇന്ന് ഉത്സാഹമായല്ലോ എന്ന് പറഞ്ഞു പോകുന്നവർ ഇല്ല. പക്ഷെ അദ്ദേഹത്തിന് മടിയാണെങ്കിലും, ശരീരം തളർന്നാലും, അദ്ദേഹത്തിന്റെ പലരും ആ ജോലി ഇട്ടുപോയാലും അയാൾ അത് ചെയ്യാനുള്ള കാരണം നമ്മൾക്കറിയാം. കുടുംബത്തിന് വേണ്ടിയാണ്, മക്കൾക്ക് വേണ്ടിയാണ്, ഭാര്യമാരെ നിങ്ങൾക്ക് വേണ്ടിയാണ്. ഗൾഫ് നാട്ടിൽ നിൽക്കുന്ന ഒരാൾ എന്തിനാ ഗൾഫിൽ പോയി നിൽക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിൻ. നാട്ടിൽ നടക്കുന്ന ഓരോ കല്യാണവും അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്തൊരു വിങ്ങലാണ്. നമ്മളൊക്കെ ഗൾഫിൽ പോകുന്ന ആൾക്കാരാണ്. അവിടെ നിൽക്കുന്ന പ്രവാസികളായ ആളുകൾ, നാട്ടിലെ എളാപ്പാന്റെ കുട്ടിന്റെ കല്യാണം, നാട്ടിലെല്ലാവരും ഭക്ഷണം വിളമ്പിയതിന്റെ ഫോട്ടോ ഇടുമ്പം മാറി അവിടെ നിന്ന് ളുഹ്ർ കൊടുക്കുമ്പോൾ പള്ളിക്കൊക്കെ പോയി അവിടുന്ന് അള്ളാഹിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണാം. പോകാൻ കഴിയണില്ലല്ലോ, പൈസ അയച്ചു കൊടുത്തുകണ്. നാട്ടിൽ ഉമ്മാക്ക് അസുഖമായാൽ ഇവിടുത്തെ മനുഷ്യന്മാര് വേദനിക്കുന്നേക്കാൾ കൂടുതൽ അവിടെ വേദനിക്കാൻ. നാട്ടിൽ അവനാന്റെ കുട്ടിക്ക് 5ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയിൽ കുറച്ച് മാർക്ക് അധികം കിട്ടിയിട്ട് മദ്രസയിലെ സദർ മുദരിസര് അവാർഡ് കൊടുക്കുന്നതിന്റെ ഫോട്ടോ ഗൾഫിൽ നിന്നൊരു വാപ്പ കാണുമ്പം ആ വാപ്പാന്റെ മനസ്സ് കൊതിക്കണം. എന്താ അറിയോ? ദുബായിന്ന്, ഖത്തറിന്ന്, ജിദ്ദിന്ന് കേരളത്തിക്ക് എത്താൻ പറ്റുന്ന, 1 മിനിറ്റ് കൊണ്ട് എത്താൻ പറ്റുന്ന ഫ്ലൈറ്റ് ഉണ്ടെങ്കിൽ ഞാൻ പൈസ മുടക്കിന്റെ കുട്ടിനെ വന്ന് ഉമ്മ വെച്ച് തിരിച്ചു പോകാം. സോളെ മനസ്സ് കൊതിക്കണ്ട അയാൾക്ക്. ജീവിതത്തിൽ അയാൾ അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അയാൾ നിൽക്കണത് എന്തുകൊണ്ടറിയും? ഉമ്മാരെപ്പാരെ സ്വന്തം ഭാര്യക്കും മക്കൾക്കും വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അവനാണ് ജീവിക്കാൻ ഗൾഫിലൊന്നും പോണ്ട, നാട്ടിൽ ചെറിയ കൂലിപ്പണിയെടുത്ത് ജീവിച്ചാലും മതി. പക്ഷെ അയാൾ ഈ അധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്ന ഓരോരുത്തരും, കൂലിപ്പണി എടുക്കുന്നവരും ഗവൺമെന്റ് ജോലി ചെയ്യുന്നവരും ബിസിനസ് നടത്തുന്നവരും റിസ്ക് എടുക്കുന്നവരൊക്കെ ഭാര്യമാരെ നിങ്ങൾക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ്. ഒരു മനുഷ്യന്റെ മുന്നിൽ കൈകൾ നീട്ടാത്ത എത്രയോ മനുഷ്യന്മാര് ഇന്ന് കടക്കാരാണ്. ആ കട എന്തിനു വേണ്ടിയിട്ടാണ്? അയാൾക്ക് കോട്ടും സൂട്ടും വാങ്ങാനാ? അല്ല, നമ്മളെ മക്കളെ കല്യാണം നടത്തിയിട്ടായതാണ്, നമ്മുടെ മക്കളുടെ പഠനത്തിന് വേണ്ടിയിട്ടായതാണ്, നമ്മക്ക് ജീവിക്കാൻ വേണ്ടി വീടുണ്ടാക്കിയിട്ടായതാണ്, നമ്മൾ പറഞ്ഞ പലതും വാങ്ങിയിട്ടായതാണ്. അദ്ദേഹത്തിന് നമ്മൾ ബഹുമാനം കൊടുത്തിട്ടില്ലെങ്കിൽ, അള്ള പറഞ്ഞ ബഹുമാനം നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ, സഹോദരങ്ങളെ, പടച്ചോന്റെയൊക്കെ കുറ്റക്കാരാകൂല നമ്മൾ. പടച്ചോന്റെയൊക്കെ കുറ്റക്കാരാകൂലേ? ഞാൻ പറയാറുണ്ടായിരുന്നു, വലിയ ഇരുമ്പിന്റെ കുഴലുകൾ വെൽഡ് ചെയ്യുന്നൊരു സഹോദരൻ, അദ്ദേഹത്തിന്റെ അങ്ങേയറ്റം ശക്തമായ ചൂടത്താണ് അദ്ദേഹം ജോലി ചെയ്യുന്നത്. ആ ജോലിക്കിടയിൽ
ഐസിന്റെ ക്യൂബ് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറിൽ നിറച്ച് അതുകൊണ്ട് കണ്ണിന്റെ ഭാഗം അദ്ദേഹം ഓരോ 5 സെക്കൻഡോ 10 സെക്കൻഡോ കൂടുമ്പോ അങ്ങനെ വെക്കാണ്, തണുപ്പിക്കാണ്. എന്തേ ഇത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? കണ്ണ് ചൂടാകുകയാണ്. അപ്പൊ ഈ ജോലി ചെയ്താൽ നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി, അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? ഡോക്ടറെ ഞാൻ കണ്ടു, ഡോക്ടർ പറഞ്ഞത് ഈ ജോലി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ 4-5 കൊല്ലം കൊണ്ട് നിങ്ങളുടെ കണ്ണിന്റെ കാഴ്ചശക്തി കുറഞ്ഞു തുടങ്ങും, 5-8 കൊല്ലാകുമ്പോഴേക്കും പകുതിയാകും. സ്വാഭാവികമായിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കിൻ, ഒരു മനുഷ്യന്റെ കയ്യിന്റെ വിരല് പോണ പോലെയല്ല കണ്ണിന്റെ കാഴ്ച എന്ന് പറയുന്നത്. കാഴ്ച ശക്തി പോയാൽ, അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? എനിക്കറിയതിന്റെ ഗൗരവം, എന്നാലും ഇതിന് അത്യാവശ്യം നല്ല പൈസയാണ്. ഞാൻ ഒരു 5-8 കൊല്ലം ഈ ജോലി ചെയ്താൽ എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി കുറച്ച് കുറഞ്ഞാലും എന്റെ പെണ്ണുങ്ങൾക്കും കുട്ടിയാക്കും, അതുകൊണ്ട് റാഹത്തായി ജീവിക്കാൻ പറ്റുമല്ലോ. ഞാൻ അവരെയല്ലേ മൗലവി പരിഗണിക്കേണ്ടത്. ഇങ്ങനെ ജീവിക്കാൻ ഓരോ മനുഷ്യന്മാരും അവർക്ക് നമ്മളെ വീട്ടിൽ അർഹിച്ചൊരു പരിഗണന അള്ളാഹ് കൊടുക്കാൻ പറഞ്ഞിട്ട് അത് കൊടുക്കുന്നില്ലെങ്കിൽ ആ പരിഗണനയെ പറ്റി പറഞ്ഞു കൊടുത്താണ് അള്ളാഹ് എന്ത് പറഞ്ഞ്? ലോകത്ത് അള്ളാന്റെ മുന്നിലല്ലാതെ ഒരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറ്റൂല. അവിടെയാണിത് പറഞ്ഞത്. ആർക്കെങ്കിലും സംശയമുണ്ടോ? ഉമ്മാരെ സംശയമുണ്ടോ? സ്വന്തം ഇക്കാക്കാനെ ആദരിക്കണോ, ബഹുമാനിക്കണോ? ഇന്റെ അത്ര പൈസ അല്ല, ഇന്റെ ബാപ്പാന്റെയും എന്റെ ആങ്ങളമാരത്ര അദ്ദേഹത്തിന് പൈസ അല്ല, ആൾക്കാർക്കിടയിൽ സ്ഥാനമില്ല, ഞാൻ അദ്ദേഹത്തെ ആദരിക്കണോ എന്ന് ചോദിക്കണോലെ മുന്നിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗ കുൻതു ആമിറൻ, അള്ളാഹുവിന്റെ വാക്കാണ്, ഞാൻ എങ്ങാനും കൽപ്പിച്ചിരുന്നുവെങ്കിൽ അഹദൻ അൻ യസ്ജുദ ലി അഹദിൻ ലഅമർതു അൽ മർഅതു അൻ തസ്ജുദ ലി സൗജിഹാ, ഭർത്താവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പറയുമായിരുന്നു ആദരവിന്റെ ഭാഗമായിട്ട്. പക്ഷെ ഇസ്ലാമിൽ പാടില്ല. ഈ പറഞ്ഞത് എന്തിനാണ് സഹോദരിമാരെ? ഇത് നമ്മളെ വീട്ടിൽ ഉണ്ടാകണം. അത് ഉണ്ടാകുമ്പോഴേ നിസ്കാരം സ്വീകരിക്കുള്ളൂ, അത് ഉണ്ടാകുമ്പോഴേ മർഅത്തുൻ സ്വാലിഹ ആകുള്ളൂ, അതുണ്ടാകുമ്പോഴേ ഉമ്മാരെ നിങ്ങളുടെ പെൺകുട്ടിക്ക് പടച്ചോന്റെ ബർക്കത്ത് ഉണ്ടാവുള്ളൂ. ഇത് നമ്മളെ വീട്ടിൽ തിരിച്ചറിയാതെ പോകുകയാണ്. വേണമെങ്കിൽ നോക്കിയാൽ മതി, വേണമെങ്കിൽ നല്ലപോലെ വർത്താനം പറഞ്ഞാൽ മതി, ഞാനും മൂപ്പരൊക്കെ ഒരേപോലെ തന്നെയല്ലേ? അല്ല, അങ്ങനെയല്ല ദീൻ പഠിപ്പിക്കുന്നത്. പരസ്പരം ആദരവുണ്ടാവണം, ബഹുമാനം ഉണ്ടാവണം. ഇക്കാക്കാനെ ആ വീടിന്റെ ഏറ്റവും വലിയ കൈകാര്യകർത്താവായിട്ട് ഉമ്മമാർ ആ വീട്ടിൽ പഠിപ്പിക്കണം. ഇല്ലെങ്കിൽ പ്രശ്നം താരന്മാരെ, ആ വീട്ടിൽ 2-3 ആൾക്കാരുണ്ടാവും. അവനാന്റെ കാക്കാനോട് തർക്കിച്ച് എതിരഭിപ്രായം പറഞ്ഞ് കച്ചറുണ്ടാക്കി തെറ്റിപ്പോണൊരു പെരയാണെങ്കിൽ അവിടെ നിങ്ങൾ മാത്രമല്ല പ്രശ്നം ഉണ്ടാകുക. എന്താ ഉണ്ടാകുക അറിയോ? ഒന്ന്, നിങ്ങളോട് അതുപോലെ തർക്കിക്കുന്ന, നിങ്ങളെ ആദരിക്കാത്ത, നിങ്ങളെ ബഹുമാനിക്കാത്ത, നിങ്ങളെ ചീത്ത പറയണ മക്കളെയും അതേ പെരയിൽ അന്നുണ്ടാക്കും. ഒന്ന്, ഉമ്മമാരിത് എണ്ണാൻ വേണ്ടിട്ട് പറഞ്ഞു. ഒന്ന്, നിങ്ങൾ എങ്ങനെയാണോ കാക്കാനോട് സംസാരിക്കുന്നത്, പെരുമാറുന്നത്, മറുപടി പറയണത്, അതുപോലെ നിങ്ങളോട് എതിർത്ത് മറുപടി പറയുന്ന മക്കളെ അതേ വീട്ടിൽ പഠിച്ചുണ്ടാക്കും. ഒന്ന്. രണ്ടെന്താ അറിയോ? നിങ്ങളെ കണ്ട് ഇങ്ങനെയാണ് ഭർത്താക്കന്മാരോട് സംസാരിക്കേണ്ടത് എന്ന് പഠിക്കുന്ന പെൺകുട്ടികൾ ആ വീട്ടിലുണ്ടാക്കും. അവളെ കല്യാണം കഴിഞ്ഞ് 4-5 മാസം 2 കൊല്ലം കഴിഞ്ഞ വീട്ടിക്ക് തിരിച്ചത് കൊണ്ടാക്കും കേട്ട്. കാരണം നമ്മളത് കണ്ടിട്ട് ഇങ്ങനെയാണ് ഭർത്താക്കന്മാരോട് പെരുമാറേണ്ടത് എന്ന് പെൺകുട്ടികൾ പഠിച്ചാൽ അവരുടെ ജീവിതം തകർത്തതിന്റെ കുറ്റം കൂലി നമുക്കുണ്ടാവും. കഴിഞ്ഞില്ല. 3, അവിടെ ഒരു ആൺകുട്ടി വളർന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് കുടുംബജീവിതമെങ്കിൽ വയ്യ മൗലവി, കെട്ടാൻ വയ്യ, ഞാൻ പെരയിൽ തന്നെ കുടുങ്ങിക്കണ്. പെൺകുട്ടികളും ആൺകുട്ടികളും കല്യാണത്തിനോട് വിമുഖതയും കാണിക്കും നമ്മുടെ സ്വഭാവം കൊണ്ട്. അങ്ങനെ ആകരുത്. മക്കളിലൂടെ പടച്ചോൻ പരീക്ഷിക്കും. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് ഓരോ ദമ്പതിമാരും, പ്രത്യേകിച്ച് ഭാര്യമാർ അറിയാൻ വേണ്ടി പറയാൻ. റസൂലുള്ളാഹിന്റെ ഹദീസില്ലേ, ലാ തമുസ്സുന്നാറു സലാസൻ, 3 ആൾക്കാരെ നരകം സ്പർശിക്കൂല. ഉമ്മമാരെ, ഭാര്യമാരെ, നല്ലവരായ സഹോദരിമാരെ, അതിൽ നിങ്ങൾ ഉൾപ്പെടണ്ടേ, നമ്മൾ ഉൾപ്പെടണ്ടേ. അതിൽ പ്രവാചകൻ നിങ്ങളുമായി ബന്ധപ്പെട്ടൊരു വാക്ക് പറഞ്ഞു, ഇമ്രഅത്തുൻ, ആ സഹോദരി അത്വാഅത്ത് സൗജഹ, ഇക്കാക്കാൻ ആദരിക്കും, അനുസരിക്കും, മതപരമായി എതിരല്ലാത്ത വിഷയത്തിൽ ഇക്കാക്കാന്റെ കൂടെ അവൾ നിൽക്കും, അവളെ ഒരിക്കലും നരകം സ്പർശിക്കൂല. ഇത് ദീനാണ്. അത് നിങ്ങളുടെ വീട്ടിൽ ഉണ്ടാകണം. അത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ഉണ്ടാക്കിയാൽ ആ വീട്ടിൽ പടച്ചോൻ സമാധാനം നൽകും. ഇതിലൊരു ചെറിയൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതെന്താണെന്നറിയും സഹോദരിമാരെ? ഈ ആദരവും ശരിക്കും മനസ്സിലാക്കാൻ ഒരു പ്രായോഗികമായ ഒരു കുടുംബത്തിൽ പല ഭർത്താക്കന്മാരും അനുഭവിക്കുന്ന ഒരു കാര്യം നിങ്ങളോട് പറയാൻ. പലപ്പോഴും നിങ്ങൾ കരുതിക്കൂട്ടി ചെയ്യാത്ത ചില കാര്യങ്ങൾ കൊണ്ട് കുടുംബത്തിൽ ഛിദ്രത ഉണ്ടായിപ്പോനുണ്ട്. അതെന്താണെന്നറിയോ?
ഇപ്പൊ ഭർത്താവ് എന്നുള്ളത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യമുള്ള ആളാണ്. സഹോദരിമാര് ശ്രദ്ധിക്കണ്ടോ, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് ഭർത്താവ്. എന്തും പറയാവുന്ന, രസങ്ങൾ പറയാവുന്ന, എന്തും സങ്കടങ്ങൾ പറയാവുന്ന ഒരാളാണ്. അതേപോലെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആദരിക്കേണ്ട ആളുമാണ്. ഈ സ്വാതന്ത്ര്യത്തിന്റെയും ആദരവിന്റെയും ഇടയിലുള്ള ആ നൂൽപ്പാലമുണ്ടല്ലോ, അത് പൊട്ടിയാൽ കഴിഞ്ഞു. ഈ അടുത്തൊരു സൈക്കോളജിസ്റ്റ്, ഇസ്ലാമിക് സൈക്കോളജിസ്റ്റാണ്, അദ്ദേഹത്തിന്റെ വീട്ടിൽ ഒരു കുടുംബ പ്രശ്നവുമായി വന്ന ഒരാളുടെ അനുഭവം പറഞ്ഞ അദ്ദേഹം എന്താ പറഞ്ഞറിയോ? ഭാര്യ ഭർത്താവിനെയും കൊണ്ടുവന്നു. വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ രണ്ടുപേരും 10 കൊല്ലമായിട്ട് നല്ല ദാമ്പത്യ ജീവിതമാണ്, ഭയങ്കരമായി പരസ്പരം സഹകരിച്ച് നബി പറഞ്ഞ പോലെ ജീവിക്കാൻ. പക്ഷെ ഇപ്പൊ 2 കൊല്ലമായിട്ട് ഇക്കാക്ക പഴയ പോലെ അല്ല, സഹകരിക്കുന്നില്ല. അദ്ദേഹം ഭർത്താവിനോട് സംസാരിക്കാൻ, ഭർത്താവിനോട് ചോദിച്ചു, ഇത് തന്നെയാണോ? അദ്ദേഹം പറഞ്ഞു, ഭാര്യ പറഞ്ഞത് ഓക്കെയാണ്, ഞാൻ 10 കൊല്ലം ഞാനോട് നല്ല ബന്ധത്തിലാണ്, കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ആ ബന്ധമില്ല. എന്തേന്ന് ചോദിച്ചു. അതിനാ സഹോദരൻ പറഞ്ഞ മറുപടി ഞാൻ ഇവിടെ ഇരിക്കുന്ന ഓരോ നല്ലവരായ സഹോദരിമാരോടും പറയാൻ, ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. സ്വാതന്ത്ര്യം അറിയാതെ ഒരാളോട്, ഭർത്താവിനോട് അയാളെ അഭിമാനം ക്ഷതപ്പെടുത്തുന്ന വാക്കോ ആദരവിന് ഭംഗം വരുന്ന വാക്കോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഉണ്ടായാൽ ആണുങ്ങളും എല്ലാം അവിടുന്ന് പോകും. ഇത് നമ്മൾ അറിയണം. അദ്ദേഹം എന്ന വാക്കെന്തറിയോ? മൗലവി അദ്ദേഹത്തോട് പറയണം, സർ ഞാൻ വീട്ടിലത്തെ ജോലിയൊക്കെ ചെയ്യും, അവരുടെ കൂടെ കൂടും, ഞങ്ങൾക്ക് രസമാണ്. ഞാൻ സാധാരണ ഭക്ഷണം കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിച്ച് പാത്രം കഴുകും, ഡ്രസ്സിന്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്നിച്ച് ചെയ്യും, എനിക്ക് സന്തോഷമാണ്. അന്നൊക്കെ അവളിക്കാക്ക അവിടെ ഡ്രസ്സ് ഉണ്ട്, ഒന്ന് എടുക്കുമോന്ന് എന്നോട് ചോദിച്ചിരുന്നു. ശരിക്കും കേൾക്കാൻ കേട്ടോ, ആ ഡോറൊന്ന് പൂട്ടോന്ന് എന്നോട് ചോദിച്ചിരുന്നത്. ഞാന് മഴ പെയ്യുന്നുണ്ട്, ആ ഡ്രസ്സൊന്ന് എടുക്കാൻ കഴിയോ, നിങ്ങൾ സിറ്റ് ഔട്ടിലാണെങ്കിൽ വേണ്ടട്ടോന്ന് എന്നോട് പറഞ്ഞേ. പക്ഷെ അതിന്റെ ഇടയ്ക്കൊരു തവണ അവൾ എന്നോട്, ആ പാത്രം എടുക്കിട്ടോ, ആ ഡോറ് പൂട്ടിട്ടോ, മഴയാണ് പെയ്യണ്, ഡ്രസ്സ് ഞാനും കൊണ്ടുവരാനല്ലോ എന്നവൾ എന്നോട് ഒരു തവണ പറഞ്ഞു. അപ്പന്റെ മനസ്സിൽ തോന്നി, പടച്ചോനെ ആദരവ് പോയി തുടങ്ങിയല്ലോ, ഇതിവിടെ സ്റ്റോപ്പായിട്ടില്ലെങ്കിൽ ബാക്കി മക്കളിലൂടെ പകരുമല്ലോ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഒരിക്കലും ഒരു ഭാര്യ അങ്ങനെ കരുതിയിട്ട് പറയില്ല. പക്ഷെ ഇത് നിങ്ങൾ തിരിച്ചറിയണം. എന്താ വ്യത്യാസം എന്ന് പറയാം. ഞാൻ അധ്യാപകനാണ്, ഞാൻ ക്ലാസ് കൂടെ അങ്ങനെ പോകുമ്പം ഒരു കുട്ടിന്റെ പേന വീണ് കിടക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഞാൻ കുമ്പിട്ടിട്ട് ആ പേന എടുത്താണ്ട് ആ കുട്ടിക്ക് കൊടുക്കും. പിറ്റേ ദിവസം വേറെ കുട്ടിന്റെ പെൻസിൽ വീണ് കിടക്കുമ്പം സ്വാഭാവികമായിട്ട് അത് വീണ്ടും ആ പെൻസിൽ എടുത്താണ്ട് ആ കുട്ടിക്ക് കൊടുക്കും. 3-ാം ദിവസം അങ്ങനെ പോകുമ്പം ഒരു പേന വീണക്കുമ്പോ അതേ കുട്ടി അതൊന്ന് എടുത്താ എന്ന് എന്നോട് പറഞ്ഞാൽ അതോടുകൂടി പേന എടുത്തു കൊടുക്കുന്നതും പെൻസിൽ എടുത്തു കൊടുക്കുന്നതും ഒരാൾ നിർത്തും. കാരണം അവിടെ ബഹുമാനത്തിന്റെ അതിർവരമ്പ് പൊട്ടി. ഇതെന്തിനാ സഹോദരിമാരോട് പറഞ്ഞോ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓട്ട മത്സരം നടത്തി എന്ന് പറയുമ്പം ആണുങ്ങൾ നെഞ്ചത്ത് കവിച്ച്, മൗലവി അതൊന്നും ഇവിടെ പറയല്ലേ എന്ന് പറയാൻ കാരണം എന്താ അറിയോ? റസൂലിനെ ചെയ്തത് കേൾക്കാൻ ഇഷ്ടമല്ലാത്തോണ്ടല്ല. പ്രവാചകൻ ഭാര്യമാരെ സഹായിച്ചിരുന്നു എന്നുള്ള ഹദീസ് പറയുമ്പം ഇക്കാക്കമാര്, മൗലവി അതൊക്കെ പാടവിടുന്ന് പറഞ്ഞു കൂട്ടല്ലിട്ടോ എന്ന് പറയുന്നത് നിങ്ങളോടുള്ള ഇഷ്ടക്കേടുകൊണ്ടല്ല. അതെല്ലാം കേട്ടിട്ട് വീട്ടിൽ പോയിട്ട് അതനുസരിച്ച് കൂടിയാൽ നിലവിൽ പറയുന്നതിൽ നിന്നും ആദരവിൽ നിന്നും ബഹുമാനം അറിഞ്ഞോ അറിയാതെയോ കുറയുന്ന പെരുമാറ്റമോ സംസാരമോ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടായി തുടങ്ങുന്നു. അപ്പൊ അവരെന്ത് തീരുമാനിക്കാറ്? ഏത് ബാപ്പിയും ഏത് അധ്യാപകനും തീരുമാനിക്കുന്ന കാര്യമാണ്. ബാപ്പയും മകനും ഭയങ്കര കമ്പനിയാണ്, കമ്പനിയായിട്ട് ഇങ്ങനെ സ്വാഭാവികമായിട്ട് നല്ല കമ്പനിയായി ആളുകൾക്കിടയിൽ നിന്ന് മകന് വാപ്പാനോട് പറയാൻ പറ്റാത്ത, ആദരവിന് നിരക്കാത്തൊരു വാക്ക് പറഞ്ഞാൽ അപ്പൊ വാപ്പൻ തയ്യാറിയോ മകനുമായിട്ടുള്ള അത്തരം ചങ്ങാത്തം നിർത്തും. കാരണം ആ ചങ്ങാത്തം ഉണ്ടായതുകൊണ്ടാണ് ആദരവിനെതിരായ വാക്കുവെന്ന്. ഇത് സഹോദരിമാര് ശ്രദ്ധിക്കണം. കാരണം പിശാച് അവിടെ ഇടപെടും. നിങ്ങൾ പോലും ചിന്തിക്കാതെ സംസാരത്തിൽ വന്ന അബദ്ധങ്ങൾ കൊണ്ട് കുടുംബം പൊട്ടിക്കും. ശൈത്താൻ പറഞ്ഞ വാക്കെന്തറിയോ? മാ യുഫർരിഖൂന ബിഹി ബൈനൽ മർഇ വസൗജി. ശൈത്താൻ ആദ്യം ശ്രമിക്കുക ഭാര്യന്റെയും ഭർത്താവിന്റെ ഇടയിൽ ഫിത്തന ഉണ്ടാക്കി കുടുംബം പൊട്ടിക്കാനാണ്. അതിന് കാരണമുണ്ടാക്കുന്ന വാക്ക് പറയരുത്, ആജ്ഞാപിക്കരുത്, അഭിമാനത്തിന് ക്ഷതം വരുത്തുന്ന വാക്ക് പറയരുത്. നിന്റെ ഭാര്യ ഇത്രയും കാലം എന്നോട് നല്ല പോലെ ആയിരുന്നല്ലോ, ഇപ്പോൾ എന്താണ് ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത് എന്ന ഒരു മാനസികമായ ചിന്ത ശൈത്താൻ ഉണ്ടാക്കുന്നത് പോലെ നിങ്ങൾ സംസാരിക്കരുത്. ഇത്ര വിശദമായി പറയണമെന്നറിയോ? ഇത് കുടുംബത്തിൽ നടക്കുന്നതുകൊണ്ടാണ്.
പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു പെൺകുട്ടി വന്നില്ലേ, നബിയെ എന്റെ കല്യാണം ഉറപ്പിച്ചു, എന്താണ് ഞാൻ എന്റെ അക്കാക്കാരോട് ചെയ്യേണ്ടത്? പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിക്കാട്ടോ, ഫകൈഫ അൻതി ലഹു, ചോദ്യം, നീ എങ്ങനെയാണ് അദ്ദേഹത്തോട് പെരുമാറുന്നത്? നമ്മുടെ നാട്ടില് ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടിനോട് കല്യാണം കഴിഞ്ഞാൽ നബി ഉണ്ടെങ്കിൽ നബി ചോദ്യം ചോദിക്കും, ഫകൈഫ അൻതി ലഹു, എടി ഇക്കാക്കാനോട് ഈ എങ്ങനെ പെരുമാറുന്നത്? ഖാലത്ത്, അവൾ പറഞ്ഞു, മാ ആലൂഹു ഇല്ലാ മാ അഅ്ജസ്തു അൻഹു, ഇന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ഇക്കാക്കാന്റെ കൂടെ സന്തോഷം ജീവിക്കുന്നുണ്ട്, അശക്തമായി ഇന്നെക്കൊണ്ട് കഴിയാത്തതേ ഞാൻ ചെയ്യാത്തതുള്ളൂ. പ്രവാചകന്റെ വാക്ക്, ഫൻദുരി ഐന അൻതി മിൻ, എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ മോളെ, നല്ല പോലെയാണ് കേട്ടോ. എന്ത് നോക്ക്, നിനക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യം അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കണം കേട്ടോ. അയാളുടെ മനസ്സിൽ നീ എങ്ങനെയാണ് എന്നത് എപ്പോഴും സന്തോഷവാനായി അദ്ദേഹത്തെ നീ ആക്കണം കേട്ടോ. ഫഇന്നമാ ഹുവ ജന്നതുകി വനാറുകി, ഇതാണ് ബേസ്. ഇക്കാക്കയാണ് നിന്റെ സ്വർഗം, ഇക്കാക്കയാണ് നിന്റെ നരകം. ഇത് വീട്ടിൽ ഒരു സഹോദരിയുടെ ജീവിതത്തിന്റെ അടിസ്ഥാന സ്ലോഗനാണ്. ഇക്കാക്കയാണ് സ്വർഗം, ഇക്കാക്കയാണ് നരകം. എന്റെ പെരുമാറ്റം കൊണ്ട്, ബോധപൂർവമായ പെരുമാറ്റം കൊണ്ട്, സംസാരം കൊണ്ട്, ഇടപെടൽ കൊണ്ട് നരകത്ത് പോകാൻ പാടില്ല. അദ്ദേഹത്തിന് കൊടുക്കേണ്ട ആദരവ് ഞാൻ കൊടുക്കണം എന്നത് വരണം. നല്ല ഒരു ബഹുമാനം ഉണ്ടാകണമെങ്കിൽ അനുസരണം പ്രധാനമാണ്. എല്ലാവർക്കും അറിയാം, ഞാൻ ഒരാളെ ആദരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അയാൾ അനുസരിക്കണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത്, ഫസ്വാലിഹാത്തു, നല്ല ഭാര്യ ഒന്നാമത്തെ ലക്ഷണം. ആദരവുണ്ടാകണമെങ്കിൽ, ബഹുമാനമുണ്ടാകണമെങ്കിൽ, കച്ചറുണ്ടാകാതെക്കണമെങ്കിൽ, തർക്കുത്തരുണ്ടാകാതെക്കണമെങ്കിൽ ഖാനിത്താത്തുൻ, അനുസരിക്കുന്നവളാണ്. ഇത് പറയുമ്പോഴേ പുതിയ തലമുറയില് ചില ആൾക്കാര് തലയിൽ തട്ടടൊന്നും ഇടൂല, ഫുൾ കൈയൊന്നും ഇടൂല, എന്നിട്ട് സോഷ്യൽ മീഡിയ വന്നിട്ട് അനുസരിക്കുക എന്ന് പറഞ്ഞ അടിമത്താണ്. വാപ്പാൻ അനുസരിക്കണം, അടിമത്തായിട്ട് തോന്നുന്നില്ലല്ലോ, ഇല്ല. അധ്യാപകരനുസരിക്കണം, അടിമത്തായിട്ട് തോന്നുന്നില്ലല്ലോ, ഇല്ല. മൂത്തോരനുസരിക്കണം, അടിമത്തായിട്ട് തോന്നുന്നില്ലല്ലോ, ഇല്ല. ഇക്കാക്കാൻ അനുസരിക്കണം, അതെങ്ങനെ അടിമത്തായി തോന്നുന്നത്? അതാണ് ദീനിനെതിരായ സാധനം മക്കളുടെയും നമ്മളുടെയും മനസ്സിൽ അറിയാതെ വീഡിയോ ആയി വരിക എന്ന് പറഞ്ഞാൽ. ഇന്നോടിന്റെ വാപ്പാരാണ്, എടാ മൂത്തോലെ കാണുമ്പം അവര് പറഞ്ഞ കാര്യം അനുസരിക്കണം കേട്ടോ, ഞാൻ അവന്റെ അടിമയാകാൻ പോവുക എന്ന് ഞാൻ ചോദിക്കലില്ലല്ലോ. പക്ഷെ ഭാര്യ ഭർത്താവിന് അനുസരിക്കണം എന്ന് പറയുമ്പോഴേക്കും മനസ്സിന്ന് അപ്പോൾ ഭർത്താവോ എന്ന് ചോദിക്കാനുള്ള ത്വരണ്ടാണുണ്ടല്ലോ, അത് ഇതിന്റെ ബാക്കി ഭാഗമാണ്. ഭർത്താവ് ഭാര്യയെ ആദരിക്കണം, സ്നേഹിക്കണം, ഇഷ്ടപ്പെടണം, അവളോടുള്ള ബാധ്യത പൂർത്തീകരിക്കണം, ഒരു സംശയമില്ല. പക്ഷെ ഭാര്യ ഭർത്താവിനെ അനുസരിക്കണം. ഖുർആന്റെ ആയത്താണ്, ഖുർആനിന്റെ ആയത്താണ്. എന്നിട്ട് ആ അനുസരണ പ്രവാചകൻ പറയണത് എങ്ങനെ അറിയോ? ലോകത്തൊരു സഹോദരിക്ക് ജീവിക്കുന്നത് സ്വർഗം കിട്ടാനല്ലേ. ആ സ്വർഗം കിട്ടാൻ അള്ള പറഞ്ഞ ഏറ്റവും വലിയ അമലാണ് നോമ്പെടുക്കുക എന്നുള്ളത്. സുന്നത്ത് നോമ്പെടുക്കുക എന്നുള്ളത് സ്വർഗം കിട്ടാനുള്ള ഏറ്റവും വലിയ അമലാണ്. എന്നാൽ പ്രവാചകന്റെ വാക്ക്, ലാ യഹില്ലു ലിഇംറഅ, ഒരു സഹോദരിക്ക്, ഒരു ഭാര്യക്ക് ഇസ്ലാം അനുവദിച്ചിട്ടില്ല അൻ തസൂമ, നോമ്പ് നോൽക്കാൻ, വസൗജുഹാ ഷാഹിദുൻ, ഭർത്താവ് വീട്ടിലുണ്ട്, ഇല്ലാ ബിഇദ്നി, അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ സുന്നത്ത് നോമ്പെടുക്കാൻ പാടുള്ളൂ. സുന്നത്ത് നോമ്പെടുക്കാം. കാക്ക ഞാൻ നോമ്പെടുക്കട്ടെ, ഇപ്പൊ കാക്ക വരാൻ നോക്കടി, ഇന്ന് നമുക്കൊരു യാത്ര ഉണ്ട്, നോമ്പെടുത്താൽ ക്ഷീണിക്കൊള്ളൂ എന്ന് പറഞ്ഞാൽ, സഹോദരിമാരെ, കാക്ക പറഞ്ഞതനുസരിച്ച് നിങ്ങൾ നോമ്പെടുക്കാതിരുന്നാൽ അന്ന് നിങ്ങളെടുത്ത സുന്നത്ത് നോമ്പിനേക്കാളും വലിയ കൂലിയാണ് ഇസ്ലാമിൽ. നിങ്ങൾ സുന്നത്ത് നോമ്പെടുക്കാൻ നീയത്ത് വെച്ചു, ഇക്കാക്ക പറയാണ്, നോക്ക് ഇന്ന് വേണ്ടെന്നാ തോന്നുന്നത്, എന്തുമാകാം. ചിലപ്പോൾ അദ്ദേഹത്തിന് ഒന്നിച്ച് സംസാരിക്കാനാകാം, ഓരോരുത്തർക്ക് യാത്ര പോകാനാകാം, നല്ല ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഒന്നിച്ച് കഴിക്കാനാകാം, പരസ്പരം സന്തോഷം വെച്ച് കിടക്കാനാകാം, എന്തായിക്കോട്ടെ. നിങ്ങൾ അത് അനുസരിച്ചാൽ, എന്തിനാ നോമ്പെടുക്കണത്? സുന്നത്ത് നോമ്പെടുക്കണത് അള്ളാന്റെ കൂലിട്ടാനല്ലേ. ആ കൂലിയുടെ മുകളിൽ ഭർത്താവിന് അനുസരിക്കുന്നതിന് പടച്ചോൻ കൂലി തരും. അഥവാ അള്ളാഹുവിന്റെ ദീന് പ്രകാരം ഇക്കാക്ക പറയുന്ന കാര്യം കേൾക്കുകയും അതനുസരിക്കുകയും തൃപ്തിപ്പെട്ട് ജീവിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വർഗത്തിന്റെ വഴിയാണ് എന്ന് തിരിച്ചറിയാം. നിസ്കരിക്കും പോലെ, നോമ്പ് നോൽക്കും പോലെ, ഹജ്ജ് ചെയ്യും പോലെ, ദിക്ർ ചൊല്ലും പോലെ, സ്വതക്ക കൊടുക്കും പോലെ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് എന്ന് തിരിച്ചറിഞ്ഞ ഈ പ്രശ്നം തീരും. ആ ആദരവും ബഹുമാനവും വീട്ടിലുണ്ടാകണം.
എന്നാ മക്കള് കൊടുക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്താ അറിയോ? രണ്ടാമത്തത്, അദ്ദേഹത്തിന് സഹോദരിമാരെ നിങ്ങളിൽ നിന്ന് കിട്ടേണ്ടത് ഏതു പ്രതിസന്ധി ഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും സന്തോഷഘട്ടത്തിലും നിങ്ങളിൽ നിന്ന് അദ്ദേഹത്തിന് പ്രോത്സാഹനവും സപ്പോർട്ടും കിട്ടണം. ഇതെന്തേ പറയണറിയോ? ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിലും 2-3 കാലഘട്ടം വരും. പൈസ ഉണ്ടാകും, ചിലപ്പോൾ അത് പോകും. ഗൾഫിൽ നല്ല ജോലിയാവും, നിർത്തി വന്നു, ചിലപ്പോൾ വീണ്ടും പോണ്ടി വരും. ചിലപ്പോൾ മകന് വിചാരിച്ച ജോലി കിട്ടിയെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാകും അത് നഷ്ടപ്പെടുക. വീട് നല്ല വീട്ടിൽ നിന്ന് ചിലപ്പോൾ വാടക വീട്ടിക്ക് പോണ്ടി വരും. ഇതിനനുസരിച്ച് നാട്ടിലത്തെ ആൾക്കാരിൽ വ്യത്യാസം ഉണ്ടാവും. പൈസ ഉണ്ടാവുമ്പോ ആദരിക്കണോനും പൈസ കുറഞ്ഞപ്പം ഇട്ടുപോയോനുണ്ടാകും. നല്ല കാറിൽ അങ്ങാടി കൂടെ വന്നപ്പം നമ്മളെ മുന്നിൽ ആദരിച്ചു നിന്നോൻ കാറ് മാറി ബൈക്കായപ്പം നമ്മളെ മൈൻഡ് ചെയ്യാത്ത അവസ്ഥ ഉണ്ടാകും. നമുക്ക് പൈസ നഷ്ടപ്പെട്ടു പോയാൽ എന്തേനോനൊക്കെ പൈസ ഉണ്ടായപ്പോഴുള്ള അവസ്ഥ കിബുറും കാട്ടിങ്ങനെ നടക്കാന്ന് കള്ളത്തരം പറയുന്നുണ്ടാവും. സഹോദരിമാരെ, നിങ്ങൾ നിങ്ങളുടെ ഇക്കാക്കാന്റെ വിഷയത്തിൽ നാട്ടുകാരെ പോലെ അല്ല, അയലോക്കക്കാരെ പോലെയല്ല. നിങ്ങൾ പരസ്പരം അസ്വാജുകളാണ്, ഇണകളാണ്. നിങ്ങൾക്കിടയിൽ മവദ്ദത്തും റഹ്മത്തുമാണ്. നിങ്ങൾക്കിടയിൽ അള്ള വെച്ച ബലിഷ്ഠമായ കരാറാണ്. നിങ്ങൾ നാട്ടാരെ പോലെ അങ്ങാടിക്കാരെ പോലെ അല്ല നിങ്ങൾ കണ്ടത്. നിങ്ങൾ അള്ളാഹുവിന്റെ ഹലാലായ മാർഗത്തിൽ ഇക്കാക്കാന്റെ കൂടെ നിങ്ങൾ ഏത് കാലഘട്ടത്തിൽ നിൽക്കണം. ഏത് കാലഘട്ടം അപ്പോഴാണ് നിങ്ങൾ നല്ല ഇണയാകുക. അതിനാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയെ പോലെ ഒരാൾ ഭാര്യയാവുക, ഒരു സഹോദരി ഭാര്യയാവുക എന്ന് പറയാ. പ്രവാചകനെ വഹി കിട്ടാൻ വേണ്ടി മലക്ക് മുകളിലേക്ക് പോയി സൗർ ഗുഹയിലിരുന്ന് മലക്ക് വന്ന് ഇഖ്റ ചൊല്ലിക്കൊടുത്ത് മാ അന ബിഖാരിൻ, കോതാൻ അറിയില്ല എന്ന് പറഞ്ഞു. അണച്ചു ചേർത്ത് പിടിച്ചു, പേടിച്ച് 3 തവണ പിടിച്ച അവസാനം പേടിച്ച് വിറച്ച് വീട്ടിലേക്ക് ഓടി വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉടനെ നബി എന്താ, സമ്മിലൂനി യാ ഖദീജ, ഖദീജ പുതപ്പിച്ചു കൊണ്ടാന്ന് പറഞ്ഞു. നമുക്കറിയട്ടോ ഖദീജ റളിയല്ലാഹു അൻഹ എവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചില്ല. നിങ്ങൾ എന്തേ ഓടി വരുന്നെന്ന് ചോദിച്ചില്ല. പുതപ്പിച്ചെന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കടത്തി. ഭാര്യമാര് മനസ്സിൽ കണ്ടോളൂ, ഓടിക്കതച്ച് പ്രയാസപ്പെട്ട് ടെൻഷൻ അടിച്ച് വെപ്രാളപ്പെട്ട് വരുന്ന ഒരാളെ ലോകത്തിന്റെ നേതാവിന്റെ ഭാര്യ നമ്മുടെ ഉമ്മ എന്താ ചെയ്തത്? ഒച്ചുണ്ടാക്കിയില്ല, നാട്ടാരെ വിളിച്ചില്ല, പെങ്ങന്മാരെ വിളിച്ചറിയിച്ചില്ല, മണ്ഡ്യരോ എന്ന് പറഞ്ഞില്ല, എന്താ പടച്ചോനെ ഇയാൾക്ക് പറ്റിയതെന്ന് പറഞ്ഞില്ല. പിന്നീട് അങ്ങാടിക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധം നാട്ടിൽ മുഴുവൻ നീക്കുമ്പോഴേക്കും അയലോക്കക്കാർ മുഴുവൻ വിളിച്ചൂട്ടിയില്ല. ഒന്നും ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഇക്കാക്ക പുതച്ചരാൻ വേണ്ടി പറഞ്ഞു, കടത്തി പുതപ്പിട്ടെടുത്തു. നന്നായി ഉറങ്ങി. ഉറങ്ങി എഴുന്നേറ്റിന് ശേഷം എന്തേ പറ്റിയതെന്ന് ചോദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഴുവൻ കാര്യം പറഞ്ഞു. അടുത്ത വാക്കെന്താ അറിയോ? ഒന്നാമത്തെ വാക്ക് കല്ലാ, നിങ്ങൾ പേടിക്കണ്ടട്ടോ, വല്ലാഹി അല്ലാഹയാണേ സത്യം, മാ യുഖ്സീകല്ലാഹു അബദ, അല്ലാഹ് നിങ്ങൾ ഒരിക്കലും കൈവിടൂലട്ടോ. ഇക്കാക്കങ്ങൾ അല്ലാഹ് ഒരിക്കലും കൈവിടൂല. എന്നിട്ട് എന്നാണ് നിങ്ങൾ പാവപ്പെട്ടവന് ഭക്ഷണം കൊടുക്കണ ആളല്ലേ, പിന്നെ എങ്ങനെ അല്ലാഹ് നിങ്ങളെ കൊടുക്കുക? നിങ്ങൾ യത്തീം മക്കളെ നോക്കുന്ന ആളല്ലേ, അല്ലാഹ് എങ്ങനെ നിങ്ങളെ കൊടുക്കുക? നിങ്ങൾ കുടുംബ ബന്ധം പോറ്റുന്ന ആളല്ലേ, അല്ലാഹ് എങ്ങനെ നിങ്ങളെ കൊടുക്കുക? കഷ്ടപ്പെടുന്ന പോലെ നിങ്ങൾ പരിഗണിക്കുന്ന ആളല്ലേ, അല്ലാഹ് നിങ്ങൾ എങ്ങനെ കൊടുക്കുക? ഇനി പരിഹാര എന്താ കണ്ടത്? മലക്കനെ കണ്ടത് അങ്ങനെയാണോ? നമ്മളെ കുടുംബത്തിൽ വറഖത്ത് ബിൻ നൗഫൽ കിതാബ് അറിയുന്ന ആളാ, നമുക്ക് പോയോക്കാം. ആ വാചകത്തുമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്റെ ലോകത്ത് ഖദീജയേക്കാൾ നല്ല ഒരു ഇണ എനിക്ക് ഉണ്ടായിട്ടില്ല. ആയിഷ ബിബി ചോദിച്ചില്ലേ റളിയല്ലാഹു അൻഹ, എന്തിനാ നബിയെ, പ്രായമുള്ള ആളല്ലേ ഖദീജ, എന്നിട്ട് എന്തേ നിങ്ങൾക്ക് ഖദീജ ബിബിനെ ഇഷ്ടം? അതിന് നബി പറഞ്ഞ വാക്ക് ഓരോ ഭാര്യമാരുടെയും നെഞ്ചത്തുണ്ടാകണം. നബി 3 കാര്യം പറഞ്ഞു, 2-3-4 കാര്യം പറഞ്ഞു. നമ്മളിവിടെ പറഞ്ഞ 3 കാര്യമാണ്. ഒന്ന്, ലാ വല്ലാഹി മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, അവളെക്കാളും നല്ലൊരു ഇണയെ അല്ലാഹ് എനിക്ക് തന്നിട്ടില്ല. ഫാത്തിമ, ആയിഷ, ഖദീജയേക്കാൾ നല്ല ഒരു ഇണയെ അല്ലാഹ് എനിക്ക് തന്നിട്ടില്ല. നിങ്ങളൊക്കെ എനിക്ക് ഇഷ്ടാണ്, പക്ഷെ ഖദീജയുടെ അത്ര ആരുമില്ല. എന്തുകൊണ്ട്? നബി പറയാട്ടോ. ഒന്ന്, ആമനതു ബി ഇദാ കഫറന്നാസ്, നാട്ടുകാർ മുഴുവനും ധിക്കരിച്ചപ്പോൾ ഖദീജ എന്നിൽ വിശ്വസിച്ചു. നാട്ടുകാർ മൊത്തം എനിക്കെതിരായിരുന്നു, അപ്പം എന്റെ ഭാര്യ എന്റെ കൂടെ ഉണ്ടായി. വസദ്ദഖ്തനി ഇദാ കദ്ദബനി അന്നാസ്, നാട്ടുകാർ മുഴുവൻ എന്നെ കള്ളൻ എന്ന് വിളിച്ച് എന്നെ കദ്ദാബാക്കിയപ്പോൾ ഞാൻ സത്യസന്ധനാണ് എന്ന് പറഞ്ഞ് എന്റെ കൂടെ അവളെന്റെ കൂടെ നിന്നു.
എന്റെ ഇണ എന്റെ കൂടെ നിന്നു, എനിക്കത് മതിയായിരുന്നു. ആൾക്കാർ മുഴുവൻ എന്നെ പട്ടിണിക്കിട്ട് ബഹിഷ്കരിച്ച് പൈസ തരാതെ മുടക്കിയപ്പം കയ്യിലുള്ള സമ്പത്ത് കൊണ്ട് എന്നെ മൂടി ഇസ്ലാമിന് വേണ്ടിയും ജീവിതത്തിന് വേണ്ടിയും പൈസ ചെലവഴിച്ചത് എന്റെ ഭാര്യയാണ്. ആ ഖദീജയാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇഷ്ടക്കാരി എന്ന് പ്രവാചകൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നാട്ടുകാർ മുഴുവൻ കൂടെ ഉണ്ടാകുമ്പം ഒന്നിച്ചിക്കണ ആളല്ല ഭാര്യ, അല്ല. ഭർത്താവ് ഗൾഫിലല്ല, പൈസ ഉണ്ടാവും നാട്ടുകൂടെ ചെത്തിപ്പൊളിച്ചിങ്ങനെ പോകാൻ വണ്ടി ഉണ്ടാവട്ടോ. മൂപ്പരവിടുന്ന് ജോലി കഴിഞ്ഞിട്ട് നാട്ടിൽ വരുമ്പോ നിങ്ങൾ എന്തേ പോകുന്നത്, നിങ്ങൾ ഇങ്ങോട്ട് പോന്നിട്ട് ഞങ്ങൾ ഇവിടെ എന്താ കാട്ടുക, അത് ചോദിക്കാൻ തോന്നുന്നത്. എന്തിനാണ് ഒരു ഭാര്യ ഒരു ഇക്കാക്കാനോട് ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ ജീവിതത്തിൽ കട്ടപ്പാട് നരമ്പ് പൊന്തി തളരുമ്പം, അല്ല നിങ്ങളിപ്പോ ഇങ്ങനെ ഈ കടത്തം കടന്ന് ഞങ്ങൾ എന്താ കാട്ടുക? അങ്ങനെയല്ല കാക്ക, എന്താ നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും? ഞാൻ ഇന്ന് ജോലിക്ക് പോകണോ, അത് നമുക്കൊരു അസുഖം മാറും വരെ വേറെ എന്തെങ്കിലും ചെയ്യണോ? അത് പരിഹരിക്കാനുള്ള ഒരു ഭാര്യ. അത് നിങ്ങൾ ചോദിച്ചാൽ ഒരു ഇക്കാക്കാന്റെ മനസ്സ് മാതി, അയാൾ സംതൃപ്തിയോടുകൂടി ഏറ്റെടുക്കും. പക്ഷെ അത് ചോദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വാക്ക്. ഒരു ഭാഗം കൂടി ഒറ്റ കാര്യം കൂടി പറയാൻ, ചില സഹോദരിമാരെ ഞാൻ കുറ്റപ്പെടുത്തി പറയല്ലോ, നന്മയെപ്പോലും പുച്ഛിച്ചുകൊണ്ട് വീട്ടിൽ നിന്ന് സംസാരിക്കുന്ന കേട്ടുകണ്. ഏതെങ്കിലും കമ്മിറ്റിയിലൊക്കെ തെരഞ്ഞെടുക്കും, ഒരാളെ സംബന്ധിച്ചുള്ള അയാൾക്ക് സന്തോഷമായിരിക്കും. അയാളെ വീട്ടിൽ വന്നിട്ട് ഞാൻ പള്ളി കമ്മിറ്റി അല്ലെങ്കിൽ മദ്രസ കമ്മിറ്റി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയിക്കോട്ടെ, നാട്ടിലെ രാഷ്ട്രീയം ക്ലബ്ബ് എന്തെങ്കിലും PTA കമ്മിറ്റിയിൽ തെരഞ്ഞെടുത്തു. എന്തിനായിരിക്കും അയാൾ ഭാര്യമാരോട് പറയണത്? അൽഹംദുലില്ലാ എന്നൊരു വാക്ക് കേൾക്കാനേക്കാരം. ചിലവര് ഇനിയിപ്പോ ആ കമ്മിറ്റിന്റെ കഥ കണ്ടെന്നെ അറിയണം, അങ്ങോട്ടുള്ള മറുപടിയാണ്. ഇന്നൊരു കമ്മിറ്റിക്ക് തെരഞ്ഞെടുത്തു എന്നൊരു ഭർത്താവ് പറഞ്ഞ ഇനിയിപ്പോ ആ കമ്മിറ്റിന്റെ കഥ കണ്ടെന്നെ അറിയണം. നിങ്ങൾക്കത് കോമഡി ആയിക്കാരം, പക്ഷെ ആ കോമഡി നിങ്ങൾ വാപ്പാണ്ട് പറയല്ലോ. ഇല്ല, എന്തേ? വാപ്പാക്കത് കോമഡി ആയിട്ട് നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇക്കാക്കാനോട് കോമഡി അല്ല. അദ്ദേഹത്തിന് ഒരു ആദരവ് കിട്ടി, അല്ലെങ്കിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു നല്ല വർക്കറിനല്ലോ അല്ലെങ്കിൽ ഒരു കോട്ട് അംഗീകരിച്ചതിന്റെയോ പൈസ ഉണ്ടാക്കിയതിന്റെയോ ഒരു ആദരവ് കിട്ടി. അത് ഭയങ്കര സന്തോഷം അദ്ദേഹം വീട്ടിലെന്ന് പറയുമ്പോ എനിക്കിങ്ങനെ ഒരു ആദരവ് കിട്ടിക്കണ്. ആള് മാറിയതൊന്നല്ലല്ലോ, ഓളവക. സഹോദരിമാരെ, അങ്ങനെ പറയാനാണെങ്കിൽ എന്തിനാണ് അസ്വാജ് എന്ന് അല്ലാഹ് പറഞ്ഞത്? എന്തിനാണ്? ലാഭം കിട്ടിയെന്ന് പറയുമ്പം കട്ടതൊന്നല്ലല്ലോ, ആള് മാറിയതെന്നല്ലല്ലോ, ഓൾക്ക് പഴച്ചോതെന്നല്ലല്ലോ. സഹോദരിമാരെ, അതിന് പകരം അൽഹംദുലില്ലാ ഞാൻ കുറെ കാലമായി അതിനു വേണ്ടി പ്രാർത്ഥിക്കണ്. നിങ്ങൾ കഠിനാധ്വാനം ചെയ്തതിന് പടച്ചോൻ തന്നല്ലോ. മക്കളെ ഫോൺ വിളിച്ചിട്ടാണ് നിങ്ങൾ പറഞ്ഞത്, വാപ്പാക്കേ അൽഹംദുലില്ലാ പുതിയൊരു കമ്മിറ്റിയിലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, അൽഹംദുലില്ലാ നിങ്ങൾ പ്രാർത്ഥിച്ചല്ലോ, വാപ്പാക്കേ പുതിയ കുറച്ച് ലാഭത്തിന്റെ പൈസ കിട്ടിക്കണം കേട്ടോ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിങ്ങളോട് ചിലപ്പോൾ പ്രകടിപ്പിക്കാത്ത ഒരു തണുത്ത വെള്ളം ഇങ്ങനെ കിനിഞ്ഞു ഉറ്റും. അതിന്റെ പേരാണ് ദാമ്പത്യം, അതിന്റെ പേരാണ് ഇഷ്ടം, അതിന്റെ പേരാണ് മവദ്ദത്ത്, അതിന്റെ പേരാണ് റഹ്മത്ത്, അതിന്റെ പേരാണ് ഖുർറത്തു ഐൻ. അത് അനുഭവിക്കാൻ നമ്മൾ അദ്ദേഹത്തെ പരിഗണിക്കുക, ആദരിക്കുക, സ്നേഹിക്കുക. പ്രവാചകൻ പറഞ്ഞ പോലെ തന്റെ ജീവിതത്തിൽ തന്നെക്കാളധികം ഇക്കാക്കയെ സ്നേഹിക്കുന്നവരെ അള്ളാഹുവും പ്രവാചകനും സ്നേഹിക്കും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. തഖ്വല്ലാഹ് ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്. സഹോദരിമാരെ, മൂന്നാമത്തൊരു കാര്യം കൂടി നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തൊക്കെ ഉണ്ടാകേണ്ട ഒരു കാര്യം, അദ്ദേഹം സ്വന്തം ഭർത്താവിന്റെ ഇഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞ് അത് നിങ്ങൾ ചെയ്തു കൊടുക്കുന്ന നല്ലൊരു ഇണയായാൽ പടച്ചോന്റേക്കുന്നുള്ള എല്ലാ ബർക്കത്തും ഉണ്ടാവും. പ്രവാചകൻ പറഞ്ഞൊരു വാചകം സഹോദരിമാരുടെ മനസ്സിലുണ്ടാകട്ടോ. പ്രവാചകന്റെ വാക്കേ, ലോകത്തേറ്റവും നല്ല ഭാര്യ ആരാണ്? ലോകത്തേറ്റവും നല്ല ഭാര്യ ആരാണ്? പ്രവാചകന്റെ വാക്ക്, ഒന്നാമത്തെ വാക്ക് എന്താ അറിയോ സഹോദരിമാരെ? ഇദാ നദർത ഇലൈഹാ സറത്തുക. ഇക്കാക്ക നിങ്ങളെ നോക്കിയാൽ ആ നോട്ടത്തിൽ നിന്ന് അദ്ദേഹത്തിന് സന്തോഷം ലഭിക്കും, നല്ല ഇണയാണെങ്കിൽ. അതിന് ഒരു നോട്ടം മാത്രമല്ല, കാക്കൊരു വീഡിയോ കോൾ ചെയ്യുമ്പം നിങ്ങളുമായിട്ടാണ് സംസാരിക്കണമെങ്കിൽ
ആ സംസാരം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ടെൻഷൻ കുറയണം. നിങ്ങൾക്ക് ഫോൺ വിളിക്കുകയാണെങ്കിൽ അതുവരെ ഉണ്ടായിരുന്നതിനേക്കാളും പ്രയാസം അദ്ദേഹത്തിന് കുറയണം. നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് വോയിസ് അയക്കുകയാണെങ്കിൽ തിരിച്ചുള്ള നിങ്ങളുടെ സംസാരം അതിന്റെ ശൈലിയും കൊണ്ട് അദ്ദേഹത്തിന് സന്തോഷം കിട്ടണം. ഇനി സ്വന്തം ഇങ്ങനെ ആലോചിക്കുക, അങ്ങനെയാണോ ഉണ്ടാകുക? കാക്ക എന്തെങ്കിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മളെ പ്രതികരണം, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, നിങ്ങൾ കൊണ്ടുവരൂല, എന്നാലും ഞാൻ വെറുതെ വിടുകയാണ്, അത് സന്തോഷമാണോ? ആണോ? നമ്മൾ ആലോചിക്കുക, അതാണോ? ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ നിങ്ങൾ വെച്ചു പോകുക, നിങ്ങൾ ഉമ്മാൻ്റെതാണ് ഈ വെക്കൂലേനല്ലോ, പെങ്ങളതാണ് ഈ വെക്കൂലേനല്ലോ, അത് സന്തോഷ ആണോ? നമ്മൾ ആലോചിക്കുക, ഓരോരുത്തരും ആലോചിക്കണ്ടേ. നമ്മുടെ കൂടെ കാക്കാക്ക് യാത്ര ചെയ്യുന്നത് ഇഷ്ടാണോ, ഇഷ്ടല്ലേ? നമ്മളോടൊപ്പം ഒരു 10 മിനിറ്റ് വർത്താനം പറഞ്ഞത് അദ്ദേഹത്തിന് സന്തോഷം വർദ്ധിപ്പിക്കൂലേ, അതോ കച്ചറായിട്ട് പിരിയില്ലേ? നമ്മളോടൊരു കാര്യം ചർച്ച ചെയ്യുമ്പം അവസാനം നമുക്ക് ഞാൻ സഹോദരിമാരെ നിങ്ങൾക്ക് അതിനൊരു സൊല്യൂഷൻ കിട്ടിയില്ലെങ്കിലും, കാക്ക നിങ്ങൾക്ക് സാധാരണ ഒരു പ്രയാസമൊക്കെ വരുമ്പോൾ നിങ്ങൾ ഉമ്മാരുടെ അടുത്തേക്ക് പോകല്ലേ, നിങ്ങൾ ഉമ്മാരുടെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കി, അല്ലെങ്കിൽ നമുക്കൊന്ന് ഡോക്ടറെ വേറെ എന്തെങ്കിലും ശാരീരികമായി നമുക്ക് ഡോക്ടറെ പോയി കാണണോ, അല്ലെങ്കിൽ നമുക്ക് വലിയ കാക്കാണ്ടൊന്ന് സംസാരിച്ച് നോക്കണോ, അതോ നിങ്ങൾ വെറുതെ ഒരു കുടുംബത്തിൽ കൂടെ ഒന്ന് പോയി അല്ലെങ്കിൽ ചങ്ങന്മാരൊപ്പം ഒന്ന് പോയി വന്നോക്കിയോ? ഇത് അദ്ദേഹത്തിന് ഒരു സന്തോഷമുണ്ട്. ആ സന്തോഷത്തിന്റെ പേരാണ് റസൂൽ പറഞ്ഞ നല്ല ഭാര്യയാണ്. അദ്ദേഹത്തിന് ഏതൊരു മനുഷ്യനും ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ ചില ഇഷ്ടങ്ങൾ ഉണ്ടാവും. നേരത്തെ കഴിഞ്ഞ ഖുതുബ പറഞ്ഞ ചിലർക്ക് പന്തളിയിരിക്കും, ചിലർക്ക് മീൻ പിടിക്കണേക്കാരം, ചിലപ്പോൾ യാത്രക്കാരം. അതിനെങ്ങനെ തടസ്സപ്പെടുത്തി നിങ്ങൾ പോയ ഞങ്ങൾ ഫുള്ള് ചങ്ങന്മാരേക്കാരം, നിങ്ങൾ പോയ ഞങ്ങൾ ഫുള്ള് കുടുംബക്കാരേക്കാരം, നിങ്ങൾ പോയ ഫുള്ള് പുറത്തേക്കാരം. അല്ല, അതിനനുവദിച്ചുകൊണ്ട് സ്നേഹിക്കുക എന്നുള്ള പ്രധാനം. അപ്പൊ ഒരു ഭർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും, അനുവദിച്ചുകൊണ്ട് സ്നേഹിക്കാൻ വേണ്ടിയേ. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നിങ്ങൾ അവർക്ക് കൺകുളിർമയാകണം. ഒരൊറ്റ സംഭവം പറയട്ടെ, ഇസ്ലാമികത്തിൽ 2 സംഭവങ്ങൾ പറയാം, നമ്മൾ മനസ്സിൽ ഓർക്കുവാൻ സഹോദരിമാരെ. 2 സംഭവം. ഒന്ന്, നമ്മുടെ പ്രവാചകന്റെ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഭർത്താവ് അലി റളിയല്ലാഹു അൻഹുവിനോട് 2-3 റിപ്പോർട്ടുണ്ട്. ഒന്നിൽ തേനാണ്, മറ്റൊന്നിൽ കാരക്കയാണ്. എന്തുമാകട്ടെ, ഒരു ഭക്ഷണ വസ്തു, കാരക്ക പറയാം. കാരക്ക വേണമെന്ന് ഇക്കാക്കാണ്ട് പറഞ്ഞു, കുറെ കാലത്തിന് ശേഷം പറഞ്ഞാണ്. അലി റളിയല്ലാഹു അൻഹു പാവാണല്ലോ, ഉള്ള പൈസ ഇങ്ങനെ കുറച്ച് ഒരുക്കൂട്ടിയിട്ട് ജീവിതത്തിന്റെ വരുമാനത്തിന് പുറമെ കുറച്ച് വിലപൊടിപ്പുള്ള ഭാര്യക്ക് സന്തോഷത്തിന് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാണല്ലോ, ചോദിച്ചൊരു കാര്യമില്ലേ. അപ്പൊ നല്ലൊരു കാരക്ക വാങ്ങാന്നുള്ള അതിന് പൈസ ഒപ്പിച്ച് അവസാനം കാരക്ക വാങ്ങി തിരിച്ചു വരുമ്പം പാവപ്പെട്ടൊരു മനുഷ്യൻ അലി റളിയല്ലാഹു അൻഹുവിനെ കണ്ടപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടില്ല, കൈ ഇങ്ങനെ മുന്നിങ്ങനെ ചൂണ്ടി യാചിച്ചു. അല്ല, അലി റളിയല്ലാഹു അൻഹു പാവം തോന്നിയിട്ട് ആ കാരക്കെടുത്ത് അദ്ദേഹത്തിന് കൊടുത്തു. പട്ടിണി കിടക്കണ മനുഷ്യനല്ലേ. വീട്ടിക്ക് വന്നപ്പം സ്വാഭാവികമായിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കാരക്ക കാത്തുകയാണ്. എവിടെ കാക്കാന്ന് ചോദിച്ചു. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹു തലങ്ങനെ കുമ്പിട്ടു. എന്തേ പറ്റിയെന്ന് ചോദിച്ചു. അല്ല, അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഞാൻ കാരക്ക വാങ്ങിയനി ഫാത്തിമ, പോരുന്ന വഴിക്കൊരു സാധു മനുഷ്യൻ ഇങ്ങനെ കൈ നീട്ടിയപ്പം നമുക്ക് എന്തെങ്കിലും കഴിക്കാണ്ടല്ലോ, അയാൾ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കാരക്കെടുത്ത് കൊടുത്തു. നമ്മളെ കാത്തുനിന്ന് ആഗ്രഹിച്ചൊരു ഗിഫ്റ്റുമായിട്ട് ഭർത്താവ് വരികയാണ്. അതാണ് മറ്റൊരാൾക്ക് കൊടുത്ത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അലി റളിയല്ലാഹു അൻഹു കൈ കൊടുത്തിട്ട് പറഞ്ഞ വാക്കെന്താ പറയുക, ചിരിച്ചിട്ട് ഒറ്റ വാക്ക്, ലാബേഴ്സ്, അത് സാരല്ല കേട്ടോ, ലാബേഴ്സ്, അത് സാരല്ല, മാ ഫഅൽത ഇല്ലാ ഖൈർ, നിങ്ങൾ നന്മയല്ലാതെ ഒന്നും ചെയ്യൂല എന്ന് എനിക്കറിയാം. നിങ്ങളത് കൊടുത്തിക്കണമെങ്കിൽ ഇന്നെക്കാൾ ആവശ്യം അയാൾക്കാണ് എന്നുള്ളതുകൊണ്ട് നിങ്ങൾ കൊടുക്കണത്. അല്ലാതെ നിങ്ങൾ എനിക്ക് വാങ്ങിക്കൊണ്ടിരുമ്പോ അതിന്റെ ഇടയ്ക്ക് ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ എന്നോട് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ലോ. ആ ദാമ്പത്യം കൊണ്ടാണ് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീബി ജീവനേക്കാൾ ജീവനായത്. അല്ലാതെ നബിന്റെ മകളായതുകൊണ്ടല്ല. അത് നിങ്ങളെക്കുറിച്ച് ഭാര്യമാരെ ഇക്കാക്കാന്റെ മനസ്സിൽ ഉണ്ടാകണം. ഇന്റെ പെങ്ങളെക്കാളും ഇന്റെ നാട്ടുകാരെക്കാളും ഇന്റെ ഭാര്യ എനിക്ക് സന്തോഷം നൽകുന്നുണ്ട്. വീട്ടിൽ പോയാൽ ഫോൺ ചെയ്താൽ അവളൊപ്പം യാത്ര എനിക്ക് റാഹത്ത് കിട്ടുന്നുണ്ട് എന്ന് മനസ്സിലുണ്ടായാൽ അയാൾക്ക് നിങ്ങളല്ലാതെ മറ്റൊന്നും ഉണ്ടാകൂല. ഒരു സംഭവം കൂടി പറയാൻ, ഞാനിത് മനസ്സിൽ നിൽക്കാനാ പറയണത്. താബിഈകളിൽപ്പെട്ട വ്യക്തിയാണ് ത്വൽഹ റളിയല്ലാഹു അൻഹു. സഹാബാക്കളിൽപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു അല്ലട്ടോ, താബിഈകളിൽപ്പെട്ട ത്വൽഹ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് സ്വർണ്ണാഭരണം, അന്നത്തെ ചെറിയ സ്വർണ്ണാഭരണം ചോദിച്ചു. അപ്പൊ ത്വൽഹ റളിയല്ലാഹു അൻഹു പാവാണ്, ഇതേപോലെ ഒരുമിച്ച് കൂട്ടിയാണ് കുറച്ച് സ്വർണ്ണാഭരണം
വാങ്ങിക്കൊടുത്തു. വാങ്ങി അവർ ഭക്ഷണം കഴിച്ച് രാത്രി സന്തോഷം പങ്കുവെച്ചുറങ്ങി. പിറ്റേ ദിവസം നോക്കുമ്പം ഭാര്യയുടെ ശരീരത്തിൽ ആ ആഭരണങ്ങൾ കാണുന്നില്ല. തുല്ലാറുന്നു ഭാര്യനോട് ചോദിച്ചു, അല്ല ഇത് ഭയങ്കര പൂതി വെച്ചിട്ട് ചോദിച്ച ആഭരണല്ലേ അത്, ഒറ്റീസം കൊണ്ട് എനിക്ക് മടുത്തോ, എന്തെനിക്ക് പറ്റായിക വന്നോ? എന്നെ തൊല്ലാറുള്ളാന്റെ ഭാര്യ പറഞ്ഞ വാക്കെന്നറിയോ? അല്ല ടക്കാക്ക, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നിങ്ങള് പൂതി വെച്ച് വാങ്ങിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിങ്ങനെ നമ്മൾ ഇന്നലെ രാത്രി സന്തോഷം പങ്കുവെച്ച് ഉറങ്ങില്ലേ, നിങ്ങൾ കുറച്ച് എന്റെ മുന്ന് കുറച്ചുറങ്ങി. അപ്പൊ ഇതിന് ചെറിയൊരു വളകൾ പോലൊരു ആഭരണമാണ്. അതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വരച്ചപ്പോ ചെറിയൊരു സൗണ്ട് ഉണ്ടാണ്ട്. നിങ്ങൾ ഉറക്കത്തുനിന്ന് ഈ സൗണ്ട് കൊണ്ട് ഇങ്ങനെ മുരളുന്നത് ഉറക്കം ഇങ്ങനെ ഡിസ്റ്റർബാണ് എനിക്കിങ്ങനെ തോന്നി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഞാനത് ഊരി വെച്ചുകണ്. ഇങ്ങക്കെ ഇടങ്ങേറുണ്ടാണ് ഒരു കാര്യം വേണ്ടാന്ന് തീരുമാനിച്ചു. ഇനി ആവശ്യം ഉണ്ടാവുമ്പോട്ടാ തൊല്ലാറുള്ളാഹു ഭാര്യയുടെ തലയിൽ ഇങ്ങനെ കൈവച്ചിട്ട് അള്ളാഹു പ്രാർത്ഥിച്ചു, അള്ളാഹുവേ നീ ഇവൾക്ക് സ്വർഗം നൽകണമേ, അള്ളാഹുവേ ഇവൾക്ക് നീ സ്വർഗം നൽകണമേ, ഇവളാണ് നാഥ എന്റെ ജീവിതത്തിൽ ഇത്രയും കാലം എന്നെ നന്നാക്കിയത്, നാഥ നീ അവൾക്ക് സ്വർഗം നൽകണമേ. ഇതിന്റെ പേരാണ് സത്യത്തിൽ കുടുംബജീവിതം. ഇതാണ് ഈ ഓഡിറ്റോറിയത്തിലൊക്കെ ശനിഞ്ഞാറ് നടക്കല്. ഇത് നമുക്ക് അനുഭവിക്കാൻ കഴിയാത്തതുകൊണ്ടറിയോ? നമ്മൾ ഈ പറഞ്ഞ പോലെ ജീവിക്കാത്തതുകൊണ്ടാണ്. ഇതിന്റെ പേരാ നമ്മളെ കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ. ഇതിന്റെ പേര് സ്വന്തം ഭാര്യയുടെ തലയിൽ കൈവച്ച് അള്ളാനോട് സ്വർഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഇക്കാക്ക ഗിഫ്റ്റായി കൊണ്ടുവന്ന് മറ്റൊരു സാധുവിന് കൊടുക്കുമോ സാരല്ലക്കാക്കാന്ന് നെഞ്ചത്തോട് ചേർത്ത് വെക്കുക. പേടിച്ചു വന്ന് ടെൻഷൻ അടിച്ച സ്വന്തം ഭർത്താവിനെ പുതപ്പ് കൊണ്ട് മൂടി ഉമ്മ വെച്ച്, സാരല്ലട്ടോ നിങ്ങൾ നല്ല മനുഷ്യനല്ലേ, നിങ്ങൾ എന്തിനാ ബേജാറാണത്, നാട്ടുകാർ മുഴുവൻ കളിയാക്കിയപ്പോഴും ഞങ്ങളൊപ്പം ഉണ്ടാവട്ടോ. ഇതിന്റെ പേരാണ് സ്വങ്ങളെ കുടുംബജീവിതം. അത് നമ്മൾക്ക് രണ്ടു കൂട്ടർക്കും അനുഭവിക്കാൻ കഴിയണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വന്ന ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ എല്ലാ പാപങ്ങളും കാരുണ്യവാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്നെ റഹ്മാനെ. കത്തിയാൾ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിലെ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെ എല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ അംബിയ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒത്തൊരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ ദമ്പതിമാർക്കിടയിൽ ഞങ്ങളുടെ മക്കൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും മബദ്ധത്വം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നാഥ ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അള്ളാഹുവെ രോഗികൾക്ക് രോഗശമനവും മാനസികമായ പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് നാഥ സമാധാനവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളുടെ തൊഴിലിടങ്ങളിൽ നാഥ സമ്പത്തിന്റെ വർധനവും അനുഗ്രഹങ്ങളും നൽകി നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ ഗൾഫ് നാടുകളിൽ വിദേശ നാടുകളിൽ കഷ്ടത അനുഭവിക്കുന്ന അധ്വാനിക്കുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും സ്വർഗവും നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ലോകത്തെവിടെ വെച്ച് എങ്ങനെ മരണപ്പെടേണ്ടി വന്നാലും ശിർക്കില്ലാതെ ബിദ്അത്തില്ലാതെ ഖുറാഫാത്തില്ലാതെ ധീരമോഹിതകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അള്ളാഹുവെ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന വ്യത്യസ്ത രാജ്യങ്ങളെ അങ്ങേറ്റം കശാപ്പ് ചെയ്യാൻ വേണ്ടി യുദ്ധക്കൊതിയന്മാർ നടത്തുന്ന നരവേട്ടകൾ നാഥ റഹ്മാനായ നാഥ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ അത്തരം രാജ്യങ്ങളിൽ സമാധാനം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങളെ എല്ലാവരെയും നാഥ നീ ജന്നാത്തിൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാലിയൽ ഹാജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا ارحم الراحمين.